കണ്ടത്തിലേക്ക് വന്നിട്ടായില്ലേ നമ്മൾ മുണ്ടുവണ്ടാണ്ട് ഇതൊരു അരിഞ്ഞു കൊടുക്കണമേ. ഇനി തീർത്ത് വന്നതാണ് വിരിയുണ്ട്. ഇടക്കാന്ന് വളപ്പിൽ പണിയെടുക്കാൻ പെണ്ണുങ്ങൾ വന്നേരാം. അങ്ങനെ കുറച്ച് അരിഞ്ഞിട്ടിട്ടുണ്ട് അവിടെ. ഇതെല്ലാം അരിഞ്ഞേണ്ടതാണ്. അങ്ങനെ ഞാൻ എന്താ കുറച്ച് മെല്ലെ അരിഞ്ഞിട്ടുണ്ട്. വരമ്പരുവത്തേക്കടാ ഉണ്ടല്ലേ കത്തി എടുത്തിട്ട് വരമ്പിൻ്റെ അടുത്ത് നിന്നിട്ട് എന്താ കത്തി എടുത്തിട്ട് കുറച്ച് ഇങ്ങനെ മെല്ലെ അരിഞ്ഞ് വെക്കുന്നത്. വെറുതെ ഒരാഗ്രഹമല്ലേ, വെറുതെ നോക്കാൻ വന്നതാണ്. വേണ്ട ഇതെല്ലാം ഇങ്ങനെ അരിഞ്ഞിട്ട് കൊടുക്കണമെന്ന്. അപ്പോൾ വളമറ്റാക്ക ഭാര്യയുടെയും കിട്ടാറുണ്ടല്ലോ. നമ്മൾ കിണറിലെ സ്ഥലം കണ്ടോ, കാടാദ്യം മൂടി എത്ര വട്ടം വയക്കിയതാണെന്നറിയാം. അപ്പോൾ ആദ്യം മൂടിയിട്ട് രണ്ടുകൂടിയും കൂടെ അരിഞ്ഞിട്ട് എന്താ നമ്മൾ അരിഞ്ഞാൽ വരമ്പരുവത്തെ അവരന്ന് അരിഞ്ഞിട്ടുണ്ട്. ഇട്ടിട്ട് എല്ലാം ഉണങ്ങി. ഇതൊന്നും വേണ്ട, ഇത് തീർത്തിട്ട് തന്നെ വിരിഞ്ഞോളൂ. എൻ്റെ ഇടയ്ക്കെല്ലാം കാടാണ്. മേലെല്ലാം ഇനി വയക്കിട്ട് നട്ടി നടാൻ ആ കാടെല്ലാം സന്തോഷമായി. അത്ര പോരാ അത്രയും ചെയ്യാനായല്ല. ഇങ്ങനെ മെല്ലെ മെല്ലെ വന്ന് കുറച്ചാൽ ഇനിയിപ്പം 2 ദിവസത്തേക്ക് അവരില്ല. നവരാത്രി തിരക്കല്ലേ. അവിടെ മൂകാംബിക കാവ് അവിടെ വലിയ സദ്യയെല്ലാമാണ്. അവസാന ദിവസം വലിയ സദ്യയാണ്. അപ്പോൾ നമ്മളിവിടെ ഞാറിടാൻ സമയമായി. എല്ലാം വിളയാക്കുന്നതാണ്. എന്തൊരു കഷ്ടപ്പാടാണെന്നറിയാം. ഇതിലെല്ലാം ഓല കൊത്തിക്കൊണ്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് മുറിന്ന് വെക്കൽ. ഇവിടെ കൊത്തിയിട്ട് ഇവിടെ തന്നെ ഞാറിടും. അങ്ങനെയാണ് നവരാത്രി ആകുമ്പോൾ ഞാറിടേണ്ട തിരക്കായി. ഒരു 2 വേള എടുക്കുന്നതല്ലേ. ഇത് കഴിഞ്ഞ് ഇതിപ്പം മറ്റേ ഒരിക്കൽ വാളിയാൽ ഒരു ഇതേ കിട്ടുമല്ലോ. പക്ഷേങ്കിൽ ഒന്ന് ഇത് അരിഞ്ഞു കൊടുക്കണം. ഇത് എന്നാലേ പിന്നെ ഇത് നന്നായിട്ട് കിട്ടുമല്ലോ. കാട് പോലെ ആയിട്ട് കതിരൊന്നും ഉണ്ടാവില്ല. നല്ല നെല്ല് കിട്ടും ഈ കടത്തിൽ. ഞാൻ സ്വന്തം തന്നെ മൂരലും ഒരാളെയൊന്നും അങ്ങനെ കൂട്ടൊന്നുമില്ല. അത്രയും മുട്ടിയാൽ കൂട്ടുന്നല്ലാണ്ട് ഒറ്റ തന്നെ കുറച്ചായിട്ട് മുറിന്ന് തല്ലും. അല്ല അത്രയും ഇതല്ലേ. നാളെ വരാ. അധികം കൈ കൊണ്ട് അനക്കാങ്ങില്ല. നാളെ വന്നിട്ട് ഇതുപോലെ അരിഞ്ഞിട കുറച്ച് കൂടെ അരിയാല നല്ലത്. ഇതെല്ലാം അരിഞ്ഞിടാല. ഞാൻ പറ്റുന്ന ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. എന്നാൽ ഞാൻ കുറച്ച് ഒന്ന് നോക്കട്ടെ. ധാന്യം പണിയുണ്ടല്ലോ. അങ്ങനെ കെട്ടിക്കൊണ്ടുപോയാൽ നമുക്ക് തെങ്ങിനിടായിരുന്നു. അതിനാൾ വേണ്ടേ. എല്ലാം ഉണ്ട്. കാട് കയറിയിട്ട് ഇങ്ങനെ പണ്ടേ കൃഷി ചെയ്യുന്ന കൃഷിയാകുന്ന കണ്ടായത്. അവിടെ തൈ വെച്ചിട്ട് കാട് കയറ്റി കളയുന്നുണ്ട്. അതിപ്പോഴത്തെ വാഴ വെച്ചിട്ടുണ്ട്. വേറെ ആളെ വാഴയാണ്. മനസ്സിൽ വിചാരിച്ച് കുറച്ചെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമല്ലേ. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ ഇതെല്ലാം. ആളെ കൂട്ടാനൊന്നും നിൽക്കില്ല. ആളെ കിട്ടുകയും ചെയ്യില്ല വിളിക്കുമ്പോൾ. അപ്പം ഞങ്ങൾ 2 ആളും തന്നെ എല്ലാം ചെയ്യും. ഏട്ടനും എല്ലാം ചെയ്യും. 2 ആളും കൂടെ തന്നെ
പാവത്തിന് ഓർക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ നമുക്ക് വേണ്ടിയുള്ളൊരു ജീവിതമായിപ്പോയി. എന്ത് ചെയ്യണ്ടേ? സുഖത്തിലൊരു കൊല്ലം ജീവിക്കാൻ പറ്റിയില്ല, അതാ സങ്കടം. പെട്ടെന്ന് ഒരുപാട് സങ്കടമാണ് ഇങ്ങനെ കാട് കയറ്റുമ്പോൾ. എല്ലാം വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ഞാൻ പോയിട്ട് ഒന്ന് അടുത്തവരെ നടന്നിട്ട് വരാം, 2-3 വട്ടം അങ്ങോട്ടും നടന്നിട്ട് വരാം. ഒരു ദിവസം പോകാണ്ടെന്നാൽ പിന്നെ മടിച്ചു കൂടും. ആയി അടുക്കള പണിക്കെല്ലാം